ഹായ് ഗൈസ്, ആർട്ട് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ദീപ് എടപ്പാൾ. ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത് എടപ്പാൾ പഞ്ചായത്തിലെ പറക്കുളം എന്ന് പറഞ്ഞ കുളത്തിലാണ്. എന്താണ് ഈ കുളത്തിൽ വന്ന് നിൽക്കുന്നതെന്നല്ലേ, ഈ കുളത്തിൽ സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് 3 യുവാക്കൾ കുറച്ച് മത്സ്യകൃഷി ഇറക്കിയിട്ടുണ്ട്. നട്ടർ, കട്ട്ല, തിലോപ്പി പറഞ്ഞ മീനുകളെയാണ് ഇതിൽ ഇറക്കിയിട്ടുള്ളത്. ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പാണ്. ഈ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലത്തെ കുറച്ച് വിഷ്വൽസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആകെ എന്റെ പള്ളി എത്തി 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 മേ ഹുന മത്തിട്ടൊക്കെ കുളിച്ചാണ്ട് പോകും. ഇത് നെട്ടർ ചെറിയൊരു വലട കഷ്ണം എടുക്കാന്നില്ലേ? അയ്യോ കിട്ടും. എന്നാലും ഒരു 150 ഗ്രാം ഉണ്ടാവൂലേ അതിന് മുകളിലേ? അയ്യോ ഇതാ ഈ കിടന്നൊക്കെ ആ ഓല മോഡലുണ്ട് അവിടെ. ചാടി പോണ്. അയ്യോ ഇതിത്തൊന്ന് ചാടിട്ടാ. പിടിച്ചോട്ട് പിടിച്ചോളും പിടിച്ചോളും പിടിച്ചോളും. ഇതിന് കിട്ടിയില്ല. ഇയാളെ കിട്ടിയില്ല. അടിപൊളി സാധനം. നമ്മൾ രണ്ടും ചെയ്തതാണ് കേട്ടോ. ഒരു സാധനം നമുക്ക് ഇതിന് കിട്ടണേ ഇതില്ല. ഇതിലുണ്ടാവുന്നില്ല. വെള്ളം മാറ്റണം. അപ്പൊ നിങ്ങള് വലുതൊന്നുള്ള കാരണം തിലോപ്പിയാണോ? ഇതുണ്ട്. ഒന്നിച്ച് കഴുകിട്ട് കണ്ട് കഴിഞ്ഞ രാജുവിനെ എനിക്ക് തോന്നതേ ഇത് നല്ലത് കുടിക്കുന്നു. അതിലാ വലിയ സാധനം കയറിണ്ട്. ചണ്ടി ചളി വാരേണ്ടി വരും. അതാ ബാക്കില് എടുത്തോളേ. ഇതിന്റെ അടി പോകാൻ നോക്കണം. പതുക്കെ പടക്കണോ? പതുക്കെ സ്നേഹത്തൊന്നും അടിക്കണ്ട് ചളി.
ഒരു പരപ്പാണ് കയറിയിരിക്കുന്നത്. നല്ല ഡിസൈൻ ആണല്ലേ. അതേട്ടാ അയ്യോ ചളി കുളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിരിക്കുക. അതിങ്ങനെ കിട്ടില്ല. ഇതിൽ കുറച്ച് വലുതല്ല കേട്ടോ. തിലോപ്പിയ. പിടിച്ചോ പിടിച്ചോ. കളി ലോന ഡ്രമ്മ് കൊണ്ടുപോയിട്ടോ അവിടെ തന്നെ കേട്ടോ. അതിന്റെ കയ്യിൽ നിന്ന് പോയത് എവിടെ പോയിണ്ടോ? ഉണ്ടോ തടഞ്ഞ പിന്നെ അതന്നെ ഡ്രമ്മിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. കടുവാണ്. നല്ല വലിയ സാധനം. ഇതെല്ലാം ഏറ്റവും വലുത് കിട്ടി.
ഇവിടെ മീൻ കളി നടക്കും. മറ്റാളെ പേടിപ്പിച്ച ഇവിടെ ഇതിന്റെ ഉള്ളിൽ നല്ല ഉണ്ട് ഈ ഭാഗത്ത്. അത് കരക്ക് കയറിയിടാം മറ്റേനെ. കുറച്ച് വലുതാക്കി ഇവിടെ ഒന്ന് പറയും കഴിച്ചിട്ട് ബാക്കി. ഇനി പൊന്തി തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ ഒന്നേ കണ്ടോളൂ. പല ബുക്കല്ലേ ഇതിന് മറ്റേ ഇതിന് വേണ്ടിട്ട് കണ്ണ 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 മാറ്റി സമയം രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടേ അപ്പോൾ ഗൈസ് നിങ്ങൾ മീൻപിടുത്തമൊക്കെ കണ്ടില്ലേ, അതായത് വളരെ ബുദ്ധിമുട്ടിയിട്ട് വളർത്തിണ്ടാക്കിയൊരു മീനിൻ്റെ ഒരു എന്താ പറയുക വിളവെടുപ്പായിരുന്നു നടന്നതെന്ന്. സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. 3 ചെറുപ്പക്കാരാണ് അവർ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. ഈ മീൻ വളർത്തലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും ഇതിന് വലിയ മാർക്കറ്റൊന്നുമില്ല. അത് വിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്നാലും ഭാഗ്യം കൊണ്ട് ഇവർക്ക് അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ട് മീനൊക്കെ വാങ്ങിക്കൊണ്ടായി കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള സെയിലും കാര്യങ്ങളൊക്കെ നടന്നത്. എന്നാലും അവർ പ്രതീക്ഷിച്ച അത്ര രീതിയിലുള്ള ലാഭമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല.
എന്തായാലും ഇത്തരത്തിലുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഇനിയും നാട്ടിലെ ആളുകളൊക്കെ നടത്തട്ടെ അല്ലേ, എന്നാലല്ലേ നമ്മളുടെ എന്താ പറയുക പൊതുസമൂഹത്തിന് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മാതൃകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.